മര്യാദയ്ക്ക് ഫുഡ് പാക്കറ്റ്സ് തിരിച്ചു തന്നേക്ക്. ഇനി നിനക്ക് നിന്റെ ഫുഡ് പാക്കറ്റ്സ് മാത്രമല്ല എന്റെ പഞ്ചാണ് നീ വാങ്ങാൻ പോകുന്നത്. നോക്കിക്കോ. ഡിസ്കൗണ്ട് കിട്ടുന്ന ദിവസം ഷോപ്പിംഗ് ചെയ്യുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് അല്ലേ? സാധാരണ ജോലിയല്ല, വളരെ വളരെ ജോലി. ഇപ്പൊ ഞാൻ ജോലിയായിട്ട് ഒരു ടോഫി വാങ്ങിച്ചു വെച്ചോട്ടെ. ഇന്ന് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് തിങ്സ് വാങ്ങാൻ പോവാ. ടോണി ബോസ് വാങ്ങിക്കാൻ പോയി ചീസ്, അടി വാങ്ങിയാൽ അയാളുടെ കാര്യം പീസ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഡിസ്കൗണ്ടിന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഫുഡ് പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെക്കുക. ഒറ്റ വാക്കിൽ ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ ബാഡ് ബിഹേവിയർ. ദേ കാണുന്ന ആ ചിപ്സ് പാക്കറ്റ് അതെങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നേ? ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ മാജിക്. അതെ, അത്ഭുതം തന്നെ. ചേടാ, എന്റെ ചീസ് ആരാടാ? ഞാൻ എടുത്തു വെച്ച ചീസ് അടിച്ചു മാറ്റിയത്. തടസ്സം ഏർപ്പെട്ടതിന് സോറി. ടോണി ബോസിന്റെ മുഖം മുഴുവൻ മാറി. ഈ ടോണിയോട് കയറി കളിച്ചാൽ എന്താവും അറിയാലോ. എന്റെ ദൈവമേ, എന്താ ഇതൊക്കെ? ഞാൻ കഴിക്കാൻ എടുത്തു വെച്ച സാധനമൊക്കെ ഇത് എങ്ങോട്ടാ പോയത്? ഈ സാധനങ്ങളെല്ലാം തന്നെത്താനെ എങ്ങനെയാ മൂവ് ആകുന്നത്? എന്റെ R7 ബ്ലിങ്ക് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. ഒരുപാട് അട്ടഹസിക്കുന്ന കുട്ടികളെ കുട്ടിക്കുറവനെന്നാ പറയാറ്. മോഷണം തടഞ്ഞു നിർത്തിയാൽ അയാളെ ഡിക്റ്റേറ്റീവ് ചട്ട്പെട്ടെന്നും പറയും. കലക്കി സാറേ, എന്തൊരു പഞ്ചാ പറഞ്ഞത്. ഞാൻ ഈ നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ. ഈ ഫുഡ് പാക്കറ്റ്സ് എല്ലാം വളരെ സ്പീഡായിട്ട് മൂവ് ആവാണ്. ചട്ട്പട്ട് അങ്കിളിന് പോലും അത് പിടിക്കാൻ പറ്റുന്നില്ല. അല്ല, എങ്ങനെയാ ഈ പാക്കറ്റ്സ് മൂവ് ആകുന്നേ? എനിക്കെന്താ തോന്നുന്നേന്ന് വെച്ചാ ഉറുമ്പുകൾ അറ്റാക്ക് ചെയ്തെന്നാ തോന്നുന്നേ. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ. പക്ഷെ എന്താ കഴിക്കുക? എല്ലാ ഉറുമ്പുകൾ അങ്ങ് കൊണ്ടുപോയില്ലേ? അല്ല ഡോഡോ, ഉറുമ്പുകളൊന്നും അങ്ങനെ ചെയ്യില്ല. ഉറുമ്പുകൾ ഒരിക്കലും മോഷ്ടിച്ച് കഴിക്കില്ല. അതിനൊന്നും ഇത്ര വേഗത്തിൽ ഓടാനും പറ്റില്ല. നീ പറഞ്ഞത് വളരെ ശരിയാണ് ട്വിങ്കിൾ. മോഷ്ടിച്ചോണ്ട് പോകുന്നത് ഉറുമ്പുകളല്ല, ഈ കാണുന്ന മാർബിൾസ് ആണ് അത് ചെയ്യുന്നേ. എന്റെ ദൈവമേ, ഈ മാർബിൾസ് വെച്ച് കളിക്കുന്നത് ഒരു മജീഷ്യൻ ആണെന്നാ തോന്നുന്നത്. അല്ല, മാജിക് എന്നൊരു കാര്യം തന്നെ ഇവിടെ ഇല്ല. തീർച്ചയായിട്ടും ഇതെല്ലാം റോബോട്ടിക് മാർബിൾസ് ആണ്. വളരെ ദൂരത്തുനിന്ന് ഇതാരോ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാർബിൾസ് ഇവിടെ വന്ന് മോഷ്ടിക്കുന്നത്. ഇഷ്ടം പോണ ഞാനിന്ന് സൂപ്പർ ആയിട്ട് ഒരു അടിപൊളി ബിരിയാണി ചെയ്യാൻ പോവുകയാണ്. നീ അത് കഴിക്കുകയാണെങ്കിൽ നിനക്ക് ഭ്രാന്ത് പിടിക്കും കേട്ടോ. അയ്യോ ദേവേ, ഇത് അങ്ങനെ മാത്രം പറയല്ലേ. എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോയാൽ പിന്നെ എന്റെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ ഇവിടെ വേറെ ആരുണ്ട്? ഇഷ്ടം പോണ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഞാൻ വളരെ ടേസ്റ്റ് ആയ ബിരിയാണി ചെയ്യാൻ പോകുന്നെന്നാണ്. വെയിറ്റ് ആൻഡ് ഈറ്റ്. ഈഷ്
ഈഷ്, ഇപ്പൊ ഇതിൽ റൈസ് ഇടേണ്ട സമയമായിരിക്കുന്നു. റൈസ് പാക്കറ്റ് ഞാൻ എവിടെയാണ് വെച്ചത്? ഷടാ, ഞാനത് എവിടെയാണ് വെച്ചത്? ഈഷ്, ഈ പാക്കറ്റ് എങ്ങനെയാണ് തന്നെ തന്നെ ഓടുന്നത്? അയ്യോ, ഇതെന്താന്നറിയോ? ഗോലിയാണ്, മാർബിൾസ് ആണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത്. ഇപ്പൊ തന്നെ നിന്നെയൊക്കെ ഞാൻ വകവരുത്തി കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ എറിഞ്ഞ ഒറ്റ ഷോട്ടില് ആ മാർബിൾസ് മൊത്തം ചിതറിപ്പോയില്ലേ? ഇനി നമുക്ക് സുഖമായിട്ടിരുന്ന് ബിരിയാണി കഴിക്കാം. ശരീരം മൊത്തം ഫിറ്റ് ആയിരിക്കും. ഈഷ്, മമ്മി, ഈ മാർബിൾസ് എന്റെ വീട്ടിലുള്ള എല്ലാ ആഹാര സാധനങ്ങളും എടുത്തോണ്ട് പോകുന്ന തോന്നുന്നത്. ഇനിയിപ്പൊ ഞാൻ എന്താണ് കഴിക്കുക? ദൈവമേ, മമ്മി രക്ഷിക്കൂ. വേറെ വഴിയില്ല, ഞാൻ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ഈ മാർബിൾ സൺസിറ്റിയിലെ ഭക്ഷണങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാ. അത് നമുക്ക് ഉടൻ തന്നെ തടഞ്ഞു നിർത്തണം. ഡോണ്ട് വറി കീക്കോ, നമുക്ക് ഏതെങ്കിലും ഒരു വഴിയിൽ അവനെ തടഞ്ഞു നിർത്താം, കേട്ടോ? ഈ ഗ്രോസറി സ്റ്റോറിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഒറ്റവാക്കി പറയണമെങ്കിൽ എംപ്റ്റി. വേഗം ചെല്ല് പടി, നമുക്ക് ആ മാർബിൾസിനെ ഫോളോ ചെയ്യാം. എങ്കിലേ നമുക്ക് ശരിക്കുള്ള കള്ളനെ കണ്ടുപിടിക്കാൻ പറ്റൂ. പക്ഷെ ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? ആ ഫുഡ് പാക്കറ്റ് ഒക്കെ വേറെ വേറെ വഴിയിലാണല്ലോ ഓടിക്കൊണ്ടിരിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 44 അപ്ലൈ ചെയ്യേ. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 44. സൂപ്പർ സ്പീഡോ, വേഗം അതിനെ ഫോളോ ചെയ്യേ. 2 മിനിറ്റ് കീക്കോ. ഓട്ടോ റിപ്പയറിംഗ് കംപ്ലീറ്റിംഗ് കീക്കോ. വാ, നമുക്ക് പോകാം. ആ മാർബിൾസ് എല്ലാം എങ്ങോട്ടാ പോയേ? കണ്ണത്തും ദൂരത്തൊന്നും കാണുന്നില്ലല്ലോ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 7. യെസ് ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല നമ്പർ 7. ഇതിലും ഒന്നും കാണാൻ പറ്റുന്നില്ല. ടെലിസ്കോപ്പിന്റെ മാഗ്നിഫൈയിങ് പവർ അധികമാക്ക്. നോർത്ത് സൈഡിൽ വളരെ ദൂരത്തിൽ പൊടി പറക്കുന്നത് പോലെ തോന്നുന്നു. ഒരുപക്ഷെ മാർബിൾസ് എല്ലാം ആ സൈഡിലൂടെ ഓടുകയാണെന്ന് തോന്നുന്നു. ഷോർട്ട് ടൈമിൽ അത്ര ദൂരം പോകാൻ പറ്റുമോ? ഈ മാർബിൾസ് വളരെ ഫാസ്റ്റ് ആണല്ലോ. എന്നാ വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ, നമുക്ക് അവരെ ഫോളോ ചെയ്യാം. ജെറ്റ് സ്പീഡ്. ആ മാർബിൾസിനെ തടഞ്ഞു നിർത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഫോർമുല നമ്പർ 25. ഗ്രേറ്റ് ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 25. വാവ്, നമ്മുടെ ഐഡിയ സൂപ്പറായിട്ട് വർക്ക്ഔട്ട് ആയി സൂപ്പർ സ്പീഡോ. ഇനി നമുക്ക് മൊത്തം മാർബിൾസിനെയും ഇതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്യണം. ഓ നോ, ഷടാ, മാർബിൾ തിരിച്ചു വന്നല്ലോ. അങ്ങോട്ട് നോക്കൂ. ഇനി എന്ത് ചെയ്യും കീക്കോ? കീക്കോ, ആ മാർബിൾസിന്റെ എക്സാസ് പൈപ്പിനകത്ത് പോയിരിക്കുക. അതെന്റെ എഞ്ചിനകത്ത് കയറി പ്രശ്നമുണ്ടാക്കിയാണ്. എന്റെ എഞ്ചിൻ ഇപ്പൊ ടോട്ടലി സ്ട്രക്കായി പോയി.
അയ്യോ ഇതിപ്പോ നമ്മളെ താഴ്വാരത്തേക്ക് വലിച്ചെറിയുമെന്നാ തോന്നുന്നേ. കീക്കോ എത്രയും പെട്ടെന്ന് നീ പുറത്തേക്ക് ചാടൂ. നോ, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ എന്റെ കൂട്ടുകാരനെ തനിച്ചാക്കി പോവില്ല. ആ? കീക്കോ എന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ആകുന്നില്ല. റിപ്പയർ ചെയ്യാൻ ഒരുപാട് സമയമാകുമെന്ന് തോന്നുന്നു. നീ ഫോർമുല നമ്പർ 38 അപ്ലൈ ചെയ്യേ. ഫോർമുല 38 ആക്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഒരുപാട് ഡാമേജ് ആയിരിക്കുകയാണ്. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ഒരുപക്ഷെ പാരച്യൂട്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ. സേഫ്റ്റി പിന്ന് ബൈപ്പാസ് ചെയ്ത് ട്രൈ ചെയ്യൂ സൂപ്പർ സ്പീഡോ. തീർച്ചയായും അത് വർക്കൗട്ട് ആവും. ആ മാർബിൾസ് നമ്മുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് എസ്കേപ്പ് ആയിരിക്കുക. ഇനി അതിനെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. ആഹാര സാധനങ്ങളൊക്കെ ആരാണ് ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്? അയ്യോ കിക്കു പോലും ഇല്ല. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ കിക്കോ. കാരണം സൺ സിറ്റിയില് ഇപ്പൊ കഴിക്കാൻ ഒരു ആഹാര സാധനം പോലും ഇല്ല. എല്ലാം മോഷണം പോയില്ലേ? അതെ കിക്കോ, എന്റെ ഈ എംടി ആയ വയറിവിടെ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കുക. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു ആഹാരക്കള്ളനെ കണ്ടുപിടിച്ച് എടുത്തിട്ടങ്ങ് പെരുമാറിയില്ലേ, എടുത്തിട്ടങ്ങ് ചവിട്ടിക്കളഞ്ഞു. പിന്നെ അവൻ ആഹാരത്തിന് പകരം പാട്ട് മോഷ്ടിക്കാൻ തുടങ്ങി. സത്യാണോ മേരങ്കിൾ? പിന്നല്ലാതെ ഞാൻ പറഞ്ഞ കള്ളമാണോ? അങ്ങനെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ചിപ്പിന്റെ എംടി റാപ്പേഴ്സ് വന്ന് വീഴട്ടെ. എന്നുവെച്ചാ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പച്ചക്കള്ളോ അല്ലേ? നിങ്ങൾ അങ്ങനെ പറയുമ്പോ ഫുൾ പാക്കറ്റ് ചിപ്സ് എന്ന് പറയാൻ പാടില്ലായിരുന്നു. ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ദാടിക്കരുത്. ആഹാരം ഒരിക്കലും വേസ്റ്റ് ചെയ്യാനും പാടില്ല. എന്താ എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ, ആരാണോ മാർബിൾസ് വെച്ച ഈ ആഹാര സാധനങ്ങൾ മോഷ്ടിക്കുന്നത് അവരെ നമുക്ക് ഈ ടിവിയിൽ കാണാൻ കഴിയും. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ ആഹാരം കഴിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? പക്ഷെ ഇനി നിങ്ങൾ അങ്ങനെ തന്നെയാണ് ഇരിക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഈ സൺ സിറ്റിയിലുള്ള എല്ലാ ആഹാര സാധനങ്ങളും ഈ മാർബിൾ വെച്ച് അടിച്ചു മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ആരും പട്ടിണിയോടെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഫോൺ ചെയ്യ്. ഞാൻ നിങ്ങൾക്ക് ആഹാരം ഹോം ഡെലിവറി തന്നേക്കാം. അതിന് പകരം ഞാൻ ചോദിക്കുന്ന കാശ് നിങ്ങൾ എണ്ണി വെച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തിന്റെ നാമത്തിൽ എന്തെങ്കിലും കഴിക്കാൻ നിങ്ങൾ വാങ്ങിച്ചോളൂ. താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് കോൾ ചെയ്തേക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വീട്ടിൽ ഇരുന്ന് തന്നെ വാങ്ങിയേക്കാം. എന്റെ പേരാണ് കണ്ണു കഞ്ചി വാല. ഞാനൊന്നും വെറുതെ കൊടുക്കാറില്ല. കൊടുക്കുന്നതിനെല്ലാം കാശ് എണ്ണി വാങ്ങിക്കും ഞാൻ. ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിന് 1000 രൂപയോ? ചിപ്സിന് 800ഓ? അര കിലോ അരിക്ക് 2000 രൂപയോ? നമ്മുടെ സിറ്റിയിലെ ഭക്ഷണം മുഴുവൻ അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ട് അത് ഡബിൾ വിലക്കും ട്രിപ്പിൾ വിലക്കും നമുക്ക് തന്നെ വിൽക്കിയവൻ. ഇതിനെ 2 വാക്കിൽ പറയണമെങ്കിൽ വെരി റോങ്. ഇത് സാധാരണ റോങ് ഒന്നുമില്ല, വലിയ റോങ് ആണ്. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ? ഷെടാ, ഞാനിപ്പോ എന്താ കഴിക്കുക? എനിക്കിവിടെ കഴിക്കാൻ ഒന്നുമില്ലല്ലോ. ഡോണ്ട് വറി. കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളപ്പോൾ റോങ് ഒരിക്കലും റൈറ്റ് ആവാൻ പറ്റില്ല. എന്ത് പറയുന്നു കീക്കോ? റൈറ്റ് സൂപ്പർ സ്പീഡോ. നമ്മളിപ്പോ ആ കണ്ണുനെ എവിടെ പോയി തേടും? ഐഡിയ. നമുക്കൊരു കാര്യം ചെയ്യാം. എന്തെങ്കിലും കഴിക്കാൻ ഓർഡർ ചെയ്യാം. ആഹാരം. നീ ഒരു കാര്യം ചെയ്യിക്കോ, ആദ്യം ബിസ്ക്കറ്റും ചിപ്സും ഓർഡർ ചെയ്യ്. ഓക്കെ സൂപ്പർ സ്പീഡോ, ആരും അറിയാതെ നമുക്ക് രഹസ്യമായിട്ട് അതിനെ ഫോളോ ചെയ്യാം. എങ്ങനെയെങ്കിലും നമുക്ക് ആ കണ്ണുനെ കണ്ടെത്തണം. കാരണം സൺസിറ്റിയിൽ ഉണ്ടായിരുന്ന മൊത്തം ഭക്ഷണവും ഇപ്പൊ അവന്റെ കയ്യിലാ. ഞാൻ കുറച്ചേ കൊടുക്കാറുള്ളൂ, പക്ഷെ കൊടുക്കുന്നതിനെല്ലാം പല മടങ്ങ് തിരിച്ചു മേടിക്കാറുണ്ട്. ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനി മുതൽ പൈസ കൊണ്ട് എന്റെ ഖജനാവ് മുഴുവനും ഫില്ല് ചെയ്യണം. ഈ 2 വിരുന്നുകാരാരാ? അവരാരാ എന്താന്നൊന്ന് ചോദിച്ചിട്ട് വന്നേക്കാം. കഞ്ച വളരെ കുറച്ച് കൊടുക്കൂ, പക്ഷെ വാങ്ങിക്കുമ്പോ ഒരുപാട് നോട്ട് എണ്ണി വാങ്ങിക്കും.
എടാ കൊച്ചു ചെക്ക, എന്താ നീ വഴിമാറി ഇവിടെ എത്തിപ്പോയോ? ആദ്യം നീ സ്ഥലം വിട്. ഇവിടെ നിനക്ക് ലോലിപോപ്പ് ഒന്നും കിട്ടില്ല. മിസ്റ്റർ കണ്ണു, എന്റെ പേര് കീക്കോ. ഞാൻ നിങ്ങളെ കണ്ടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ദയവേത് നിങ്ങൾ സൺസിറ്റിയിൽ നിന്ന് മോഷ്ടിച്ചോണ്ട് വന്ന ഭക്ഷണം മുഴുവൻ തിരിച്ചു കൊടുത്തേക്ക്. കാരണം മോഷ്ടിക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ഞാൻ അത്ര ബുദ്ധിമുട്ടി മോഷ്ടിച്ചോണ്ട് വന്നത് തിരിച്ചു കൊടുക്കാനല്ലേ നീ പറഞ്ഞത്? ശരി, ഓക്കെ, റിട്ടേൺ ചെയ്തേക്കാം. അവൻ സമ്മതിച്ചു, രക്ഷപ്പെട്ടു. എന്റെ മിസൈൽസിന് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ അവനെ വകവരുത്തിയേനെ. പക്ഷെ അതിന് പകരം നീ എനിക്ക് 10 കോടി രൂപ തരണം. എന്നിട്ട് നീ നിന്റെ സൺസിറ്റിയിൽ ആഹാരം എടുത്തോണ്ട് പോയിക്കോ. പറ, എന്താ ഡീൽ ഓക്കെ ആണോ? എനിക്കിപ്പോ എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ എന്റെ ഒരു മിസൈൽ വേസ്റ്റ് ചെയ്തേ പറ്റുമെന്നാണ് തോന്നുന്നത്. കണ്ണു കഞ്ചവാലയുടെ നേരെ നീ മിസൈൽ അയക്കാണല്ലേ? നീ ഇതിനൊക്കെ ചേർത്ത് ഒരുപാട് വിഷമിക്കും. ഇപ്പൊ ഞാൻ എന്റെ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 345 അപ്ലൈ ചെയ്യേ. പിന്നെ സൈലൻസറിൽ മെറ്റാലിക് നെറ്റ്. ഓക്കെ, ആക്ടിവേറ്റിംഗ് ഫോർമുല 345. എനിക്ക് ഫോർമുല വളരെ ഇഷ്ടമായി. മെറ്റാലിക് നെറ്റിനെയും ഫിക്സ് ചെയ്തേക്കാം. ഇങ്ങനെയൊന്നും പറഞ്ഞ ഇവന്മാർക്ക് മനസ്സിലാവില്ലെന്നാ തോന്നുന്നേ. ചുറ്റിക കൊണ്ട് ഇവന്മാരെ അടിച്ചോടിപ്പിക്കണം. കഞ്ച എല്ലാം കുറച്ചേ കൊടുക്കാറുള്ളൂ, പക്ഷെ കൊടുക്കുന്നതിനെല്ലാം നോട്ട് എണ്ണി മേടിക്കും. സൂപ്പർ സ്പീഡോ, നീ ആ ഹാമറിന്റെ കാര്യം നോക്കിക്കോ. അതിനു മുമ്പ് ഞാൻ ആ കണ്ണൂനെ വകവരുത്തിയിട്ട് വരാം. കിക്കോ, അറിയാതെ നീ ഇങ്ങോട്ട് വന്നു പോയി കാണും. പക്ഷെ ഇവിടുന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്ഥലത്ത് നിരന്തരമായി നിൽക്കേണ്ടേ. പക്ഷെ നിന്നെ അങ്ങനെ നിൽക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഈ ടെറസിലായാലും ശരി, എന്റെ മുമ്പിലായാലും ശരി. എല്ലാം കുറച്ചേ കൊടുക്കുള്ളൂ, പക്ഷെ കൊടുക്കുന്നതിനൊക്കെ നോട്ട് എണ്ണി മേടിക്കും. നീ പറഞ്ഞത് ശരിയാണ് കണ്ണു. ഫൈറ്റ് ചെയ്യാൻ ഒരു സ്ഥലത്ത് സ്റ്റഡിയായി നിൽക്കണം. ഞാനിപ്പോ നിന്റെ കൂടെ ഫൈറ്റ് ചെയ്യും. ഒരേ സ്ഥലത്ത് നിൽക്കാതെ ഫൈറ്റ് ചെയ്യും. മര്യാദയ്ക്ക് ആ ഫുഡ് പാക്കറ്റ്സ് തിരിച്ചു തന്നേക്ക്. ഇനി നിനക്ക് നിന്റെ ഫുഡ് പാക്കറ്റ്സ് മാത്രമല്ല, എന്റെ പഞ്ചാണ് നീ വാങ്ങാൻ പോകുന്നത്. നോക്കിക്കോ. എന്റെ ഈ മാർബിൾസിന്റെ പിടി കുറച്ചായിട്ട് സ്ട്രോങ് ആയിട്ട് മാറും. അതിനുശേഷം നിന്റെ മാംസവും എല്ലും കുറേശ്ശെയായി ഒന്നാകും. കഞ്ചയെല്ലാം കുറച്ചേ കൊടുക്കുകയുള്ളൂ, പക്ഷെ വാങ്ങിക്കുമ്പോ ഒരുപാട് നോട്ടുകൾ എണ്ണി വാങ്ങിക്കും. ഈ മാർബിൾസിന്റെ പിടി ഭയങ്കര ടൈറ്റ് ആണല്ലോ. എത്രയും പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അതെന്റെ എല്ലുകൾ മൊത്തം തവിട് പൊടിയാക്കുമെന്നാ തോന്നുന്നേ. അല്ല, കണ്ണു കീക്കോയെ പിടികൂടി എന്നാണല്ലോ തോന്നുന്നത്. ഞാനിപ്പോ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിന്റെ ആ ഡബ്ബക്കാരും പോയി. അതുപോലെ നീയും അടയാളമില്ലാതെ ചെതറിപ്പോവും. കഞ്ചായ എല്ലാം കുറച്ചേ കൊടുക്കുകയുള്ളൂ, പക്ഷെ വാങ്ങിക്കുമ്പോ നോട്ടുകൾ എണ്ണി മേടിക്കും. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 888. ഓൾ റൈറ്റ് ബഡി, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 888. എന്റെ വാക്യൂം പമ്പ് വെച്ച് ഞാൻ അതിനെ വലിച്ചെടുത്ത് ഫ്രീ ആക്കിയേക്കാം. സൂപ്പർ സ്പീഡോ, കണ്ണു തന്റെ മാർബിൾസിനെ തന്റെ ഷോൾഡറിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന കൺട്രോൾ പാനൽ കൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. കണ്ണു നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വീണ്ടും ഒരു ചാൻസ് കൊടുക്കരുത്. നീ എത്രയും പെട്ടെന്ന് ഫോർമുല നമ്പർ 654 അപ്ലൈ ചെയ്യും. ഗുഡ് ഐഡിയ കീക്കോ. അപ്ലൈയിങ് ഫോർമുല 654.
ഇപ്പൊ എന്റെ സൂപ്പർ കിക്ക് കൊടുക്കേണ്ട സമയമായിന്നാ തോന്നുന്നേ. എന്റെ റിമോട്ട് കൺട്രോൾ ഇതില്ലാതെ ഞാൻ എന്റെ മാർബിൾസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും? മാർബിൾസ് വെച്ച് കളിച്ചോണ്ടിരുന്ന നിന്നെ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് പന്താടാൻ പോവുകയാണ്, നോക്കിക്കോ. നിങ്ങൾ എന്തായി പറഞ്ഞത്? സാർ ചുരുക്കത്തിൽ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ യു ആർ അണ്ടർ അറസ്റ്റ്. ജയിലിൽ ചെന്നിരുന്ന് മാർബിൾ ഉരുട്ടി കളിച്ചോണ്ടിരിക്കുക. സൺ സിറ്റിയിലെ ബാങ്കിലുള്ള മുഴുവൻ കാശും എനിക്ക് തന്നേക്ക്. ടോട്ടൽ സൺ സിറ്റിയിലെ ജനങ്ങളും കാശില്ലാത്ത പാവങ്ങളായി പോവും. സർവം നശിച്ച് നാശമായി പോകുന്നതിനേക്കാളും നല്ലത് അതല്ലേ? ഓക്കെ ലംബു മാസ്റ്റർ, ഞങ്ങൾ മൊത്തം കാശും നിനക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ എനിക്കൊരു വാക്ക് തരണം. കാശ് വാങ്ങിയതിനു ശേഷം എന്നേക്കുമായി ഇവിടുന്ന് പോകണം. പക്ഷേ കീക്കോ, കാശ് മൊത്തം അവന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ബാങ്ക്രപ്റ്റ്. ഇത് കണ്ടോ, ഇതാണ് എന്റെ പുതിയ കണ്ടുപിടുത്തം. ഖുറാന അങ്കിൾ, ഇതെന്താ ഉണ്ടാക്കിയിരിക്കുന്നേ? കൊള്ളാലോ, ഖുറാൻ അങ്കിൾ നമുക്ക് കളിക്കാൻ വേണ്ടിട്ട് പുതിയൊരു ഫുട്ബോൾ ഉണ്ടാക്കിയിരിക്കുക. എനിക്ക് തോന്നുന്നത് ഇത് കാലുകൊണ്ട് കിക്കേണ്ട ഒരു ആവശ്യമില്ലാന്നേ. വെറുതെ ഗോൾ എന്ന് പറഞ്ഞാൽ മതി, ഇത് നേരെ ചെന്ന് ഗോൾ പോസ്റ്റിൽ വീഴും. ഏതാണ്ട് വിശപ്പ് വരുമ്പോ എന്റെ വയറ്റില് കാൻഡീസ് ഓട്ടോമാറ്റിക്കലി പോകുന്നില്ല, അതുപോലെ. അല്ല, അങ്ങനെയല്ല ഡോഡോ, ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ ബോളൊന്നും അല്ല. ഇത് ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാക്കിയ ബോളാ. രണ്ടു വാക്കിൽ പറയണമെങ്കിൽ ക്രിസ്റ്റൽ ബോൾ. എന്റെ മാമന്റെ ചിറ്റപ്പന്റെ മോളുടെ അച്ഛന്റെ ആന്റിയുടെ മോന്റെ മച്ചാന്റെ വീട്ടില് സൂചി വെച്ച് കുത്തിയാൽ അപ്പൊ തന്നെ പൊട്ടു. സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ കസിൻ ബ്രദറിന്റെ വീട്ടില് ഇതുപോലെ ഒരുപാട് ക്രിസ്റ്റൽ ബോളുകൾ ഷോപ്പീസായി വെച്ചിട്ടുണ്ടെന്നാ. ഈ ക്രിസ്റ്റൽ ബോൾ ഖുറാന അങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നോർമൽ ക്രിസ്റ്റൽ ബോൾ ആയിരിക്കില്ല. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഇതിലുണ്ടാവും. സ്പെഷ്യാലിറ്റിയോ? അങ്ങനെ ഇതിനകത്ത് എന്ത് സ്പെഷ്യാലിറ്റിയാ ഉള്ളത്? അതിനു വേണ്ടിയാണോ ഡോക്ടർ ഖുറാന നിങ്ങൾ ഞങ്ങൾ എല്ലാവരോടും എല്ലാ ജോലിയും വിട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ഡബ കാണിക്കാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എന്റെ പുതിയ കണ്ടുപിടുത്തത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാനിപ്പോ കാണിച്ചുതരാം. ഹോട്ട് റേസ് UV ടോർച്ച് ചെയ്ത് പുറത്തേക്ക് വന്ന് ഈ ക്രിസ്റ്റൽ ബോളിന്റെ മുകളിൽ വന്ന് വീഴുമ്പോ ഈ ക്രിസ്റ്റൽ ബോൾ അതിനെ മൾട്ടിപ്ലേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിക് കറന്റ് ആക്കി മാറ്റുന്നതാണ്. അതേതായാലും കലക്കി. സൺസിറ്റിക്ക് ഏതായാലും ഇതുകൊണ്ട് ലാഭമുണ്ടെന്ന് പറയൂ. വാവ്, ക്രിസ്റ്റൽ ബോൾ ശരിക്കും ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. എന്റെ എക്സ്പെരിമെന്റ് ഫെയിൽ ആയിരിക്കാണ് കേക്കോ. ഇപ്പൊ ഈ ക്രിസ്റ്റൽ ബോൾ ഒരു ബ്ലാക്ക് ഹോളിനെ പോലെ എല്ലാ സാധനങ്ങളെയും വലിച്ചടുപ്പിച്ചോണ്ടിരിക്കുകയാണ്, എല്ലാത്തിനെയും നശിപ്പിക്കുകയാണ്. എന്റെ ദൈവമേ, ഈ ക്രിസ്റ്റൽ ബോൾ എല്ലാം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരല്പം കഴിച്ചോട്ടെ. അങ്കിൾ, ഇതിനെ തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവല്ലോ. ആദ്യം ഇത് കേൾക്കൂ. ആ UV ടോർച്ചിന്റെ ഹോട്ട് റേസ് കാരണമാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്. ഏതെങ്കിലും തരത്തിൽ UV ടോർച്ചിനെ ഒന്ന് ഓഫ് ചെയ്താൽ പറ്റിയാൽ അതോടെ എല്ലാ പ്രശ്നവും തീരും. മമ്മി, ഈ ബോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം കണ്ണിൽ കണ്ടതൊക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് ഈ ക്രിസ്റ്റൽ ബോളിനെ വീണ്ടും ഒന്ന് ചെക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത ഈ സാധനം വലിയ കുഴപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്.
അയ്യോ അയ്യോ, ഇത്ര വലിയ ഒരു കയ്യോ? അതാരുടെ കൈയാണെന്നാ മനസ്സിലാവാത്തത്? ആ കൈ ക്രിസ്റ്റൽ ബോൾ മോഷ്ടിച്ചോണ്ട് ഓടാണ്. ഞാനതിനെ തടഞ്ഞേ പറ്റൂ. ഇനിയിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ആരോ തന്റെ നീണ്ട റോബോട്ടിക് കൈയും കാലും വെച്ച് ഡോക്ടർ ഖുറാനയുടെ ക്രിസ്റ്റൽ ബോൾ അടിച്ചു മാറ്റിക്കൊണ്ടോടുക. അവനെ തടഞ്ഞു നിർത്തണം. ഓൾറൈറ്റ് ബഡി, ഇപ്പൊ തന്നെ ആ കള്ളൻ എവിടെയുണ്ടെങ്കിലും നമുക്ക് തടഞ്ഞു നിർത്താം. വേഗം ചെല്ല്. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ഗുഡ് മോർണിംഗ് മിസ്റ്റർ. ആ ക്രിസ്റ്റൽ ബോൾ മോഷ്ടിച്ച് നിങ്ങൾ വളരെ വലിയ തെറ്റാ ചെയ്തേ. അത് തിരിച്ചു കൊടുത്തിട്ട് തെറ്റ് ശരിയാക്കാൻ നോക്ക്. ഞാൻ ഒരുപക്ഷെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? എന്നാ പിന്നെ ഞങ്ങൾ ആ കള്ളന്റെ മുഖത്ത് കരിവാരിത്തേക്കും. Because we always fight for the right. അല്ലേ കീക്കോ? നിനക്ക് അത്രയ്ക്ക് ധിക്കാരമായോ? ഇപ്പൊ കാണിച്ചു തരടാ. നിങ്ങളെ ഞാനിന്ന് വക വരുത്താതെ വിടില്ല. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം തട്ടി തെറിപ്പിക്കും. കീക്കോ, ലംബു മാസ്റ്ററിന്റെ പഞ്ച് കാരണം എന്റെ സിസ്റ്റം ഹാങ് ആയി പോവുകയാണ്. വേഗം ഒരു ഐഡിയ ചെയ്യൂ. ഇവന്റെ ഐഡി ഇതിൽ കൂടുതൽ എനിക്ക് താങ്ങാൻ കഴിയില്ല. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 140. ഓക്കെ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 140. ആ ടവർ വെച്ചിടിക്കുന്നത് കാരണം എനിക്ക് ഒരുപാട് ഡാമേജ് ആകുന്നു. ഫോർമുല നമ്പർ 83. യെസ് കീക്കോ, ഫോർമുല നമ്പർ 83 ആക്ടിവേറ്റ് ചെയ്തിട്ട് ലംബു മാസ്റ്ററിന്റെ സിഗ്സാഗ് സൂമിൽ ഒരു തല്ലു കൊടുത്തേക്കാം. ലംബോ മാസ്റ്ററിനോടാണ് കളിയല്ലേ? എന്റെ അടുത്ത അറ്റാക്കിൽ നിന്നൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ലടാ. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം തട്ടി തെറിപ്പിക്കും. കീക്കോ, തറയിൽ ഇങ്ങനെ പല പ്രാവശ്യം വീണത് കൊണ്ട് എന്റെ സിസ്റ്റം ടോട്ടലി ഹാങ് ആവുകയാണ്. ഞാനിപ്പോ ലംബു മാസ്റ്ററിനെ വിട്ടേ പറ്റുമെന്നാ തോന്നുന്നത്.
ലംബോ മാസ്റ്ററിന്റെ നീണ്ട കയ്യും കാലും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും. കീക്കോ, നമ്മൾ എങ്ങോട്ട് പോയാലും ശരി, ലംബു മാസ്റ്ററിന്റെ നീണ്ട കയ്യും കാലും നമ്മൾ എങ്ങോട്ട് പോയാലും വിടില്ല. അത് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവന്റെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? ലംബോ മാസ്റ്ററിന് ശരിക്കും ഒരു തിരിച്ചടി നൽകാൻ ഫോർമുല നമ്പർ സൂക്ഷിക്കണം സൂപ്പർ സ്പീഡോ. എനിക്കറിയാം നിങ്ങൾ രണ്ടാളും ഈ സൺസിറ്റിയിൽ ഉള്ളത് വരെ എനിക്ക് സൺസിറ്റിയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലാതെ പോയാൽ ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും. കറന്റ് ഷോക്ക് എനിക്ക് ഏറ്റത് കൊണ്ട് ഞാനിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇനിയും ഒരുപാട് ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ എന്റെ ടോട്ടൽ സിസ്റ്റവും ഡൗൺ ആയി പോകും. നീ വിഷമിക്കേണ്ട സൂപ്പർ സ്പീഡോ. ഞാനിവിടെ ഉള്ളപ്പോ നിനക്ക് ഒന്നും സംഭവിക്കില്ല. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. നീ പെട്ടെന്ന് R7ലേക്ക് തിരിച്ചു പോയിക്കോ. ഇല്ല കീക്കോ, ഇതുപോലെയുള്ള സാഹചര്യത്തിൽ ഞാൻ നിന്നെ തനിച്ചാക്കിയിട്ട് എങ്ങോട്ടും പോവില്ല. പക്ഷെ കുറച്ചു നേരത്തേക്ക് മാത്രമാണ് ബഡി. വേഗം അതിവേഗം R7ലേക്ക് തിരിച്ചു പോകട്ടെ സൂപ്പർ സ്പീഡോ കാർ. നിന്റെ സൂപ്പർ സ്പീഡ് പോയി തൊലഞ്ഞു. അതുപോലെ നിന്നെയും ഞാൻ ഇല്ലാതാക്കും. ബൈ ബൈ കിക്കോ. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും. ഇപ്പൊ ഈ ക്രിസ്റ്റൽ ബോളിന്റെ എനർജി വെച്ച് എല്ലാവരെയും പേടിപ്പിച്ചിട്ട് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി മാറാൻ പോവാണ്. സൂപ്പർ സ്പീഡോ, നീ ശരിയായെങ്കിൽ ഉടനെ പുറത്തേക്ക് വന്ന് എന്നെ രക്ഷിക്ക്. തീർച്ചയായിട്ടും കീക്കോ, നിന്നെ രക്ഷിക്കാൻ ഞാൻ എവിടെ വേണമെങ്കിലും ഏത് സമയത്തും വരാൻ തയ്യാറാണ്. ലംബോ മാസ്റ്റർ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഡോക്ടർ ഖുറാന, ആ ക്രിസ്റ്റൽ ബോൾ കാരണം നമുക്ക് മറ്റൊരു അപകടം ഇല്ലല്ലോ? ഒരുപാട് അപകടം ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് കീക്കോ. ആ ചെറിയ UV ടോർച്ച് വെച്ചത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാ നീ കണ്ടില്ലേ ക്രിസ്റ്റൽ ബോൾ എന്റെ ലാബ് മൊത്തം നശിപ്പിച്ചത്. ഒരുപക്ഷെ വീണ്ടും ആ ക്രിസ്റ്റൽ ബോളിനെ ഏതെങ്കിലും ഹീറ്റർ ലൈറ്റ് വെച്ചൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ടോട്ടൽ സിറ്റി നശിപ്പിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ മറ്റു സിറ്റിയെ പോലെ നമ്മുടെ സൺ സിറ്റിയും അറ്റാക്കിന് ഇരയാകുമെന്നാണോ പറഞ്ഞു വരുന്നത്? ഒരു കാര്യം അറിയോ, മുമ്പൊരിക്കൽ ഇതുപോലെ ഒരു ലംബു മാസ്റ്ററിനെ ഞാൻ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു. ലംബു മാസ്റ്റർ ആയിരുന്നു അവൻ, പിന്നെ ടിംബു മാസ്റ്റർ ആയി പോയി. കാര്യമായിട്ട് പറയണോ മേയർ അങ്കിൾ? അല്ലാതെ പിന്നെ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ ഈ എന്റെ തലയിൽ ബോക്സിംഗ് ഗ്ലൗസ് വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പച്ച കള്ളമാണ്. കിക്കോ, നിനക്ക് ലംബോ മാസ്റ്ററിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ ഒരൊറ്റ പഞ്ചിൽ അവന്റെ കഥ തീർത്തേനെ. ഫ്രാക്ചറായ എല്ലുകൾക്കിടുന്നതാണ് പ്ലാസ്റ്റർ. കഥ പറയുന്ന കാര്യത്തിൽ ടോണി ബോസ് മാസ്റ്ററാണ്. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഒന്ന് സൂക്ഷിച്ചു പോ ജൂനിയർ. വാവ് സാറേ, വീഴുമ്പോ നിങ്ങൾ എന്തൊരു സ്റ്റൈലായിട്ടാ വീണത്. അത് ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം സാർ. കുറ്റിയടിച്ച് കെട്ടിയതുപോലെ അവൻ ചാടി ചാടി മാച്ച് കളിക്കുന്നു, അതും കയ്യിലൊരു ബോളും വെച്ചുകൊണ്ട്. സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കിട്ടിയിരിക്കുന്നു. ലംബോ മാസ്റ്ററിന് ഒരു ലാമ്പ് തയ്യാറാക്കുന്ന കമ്പനിയിൽ നിന്നും ഒരു വലിയ ഹാലോജൻ ലാമ്പ് ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയിരിക്കുന്നതായി കണ്ടിരിക്കുന്നു. വലിയൊരു ഹാലോജൻ ലാമ്പോ? പക്ഷെ അതെന്തിനാ? അയ്യോ, ലംബോ മാസ്റ്റർ ഇനി ലൈറ്റ് ബിസിനസ് വല്ലതും തുടങ്ങി കാണുമോ? അതങ്ങനെയല്ല, ഹാലജൻ ലാബിന്റെ ലൈറ്റിന് ഭയങ്കര ചൂടാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ലംബോ മാസ്റ്റർ ഹാലജൻ ലാബ് വെച്ച് ആ ക്രിസ്റ്റൽ ബോളിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ ചെറിയ UV ടോർച്ച് കൊണ്ട് ആക്ടിവേറ്റ് ആയപ്പോൾ ആ ക്രിസ്റ്റൽ ബോൾ അത്രയ്ക്ക് ഡേഞ്ചറസ് ആയി മാറിയതാ. അപ്പൊ പിന്നെ വലിയ ഹാലോജൻ ലൈറ്റ് കൊണ്ട് ആക്ടിവേറ്റ് ആയാൽ ക്രിസ്റ്റൽ ബോളിനെ രണ്ട് വാക്കിൽ പറയണമെങ്കിൽ വെരി വെരി ഡേഞ്ചറസ്. എന്റെ ദൈവമേ. ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ലംബു മാസ്റ്റർ ആദ്യമായിട്ട് ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് നോക്കണം.
ഇവിടുത്തെ സൂര്യൻ സൺ സിറ്റിയിലെ ആളുകൾക്ക് ദുർഭാഗ്യമായും എനിക്ക് മാത്രം ഭാഗ്യമായും മാറുന്നതായിരിക്കും. ലംബു മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും. എന്റെ ദൈവമേ, ഇത്രയും വലിയ ഓപ്പറേറ്റേഴ്സ്. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ? പക്ഷെ ആ ക്രിസ്റ്റൽ ബോൾ എവിടെ പോയി? ഇവിടെ തന്നെ ഉണ്ടടാ. ലംബു മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എന്തും ചെയ്യും, എന്തും നശിപ്പിക്കും. സൺ സിറ്റിയിലെ ജനങ്ങളെ, ഞാൻ ഈ ക്രിസ്റ്റൽ ബോൾ വെച്ച് സൺ സിറ്റി മുഴുവൻ നശിപ്പിക്കേണ്ടെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ സൺ സിറ്റിയിലെ ബാങ്കിലുള്ള മുഴുവൻ കാശും എനിക്ക് തന്നേക്ക്. ടോട്ടൽ സൺ സിറ്റിയിലെ ജനങ്ങളും കാശില്ലാത്ത പാവങ്ങളായി പോവും. സർവം നശിച്ച് നാശമായി പോകുന്നതിനേക്കാൾ നല്ലത് അതല്ലേ? ഓക്കെ ലംബു മാസ്റ്റർ, ഞങ്ങൾ മൊത്തം കാശും നിനക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ എനിക്കൊരു വാക്ക് തരണം. കാശ് വാങ്ങിയതിനു ശേഷം എന്നേക്കുമായി ഇവിടുന്ന് പോകണം. പക്ഷേ കീക്കോ, കാശ് മൊത്തം അവന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ബാങ്ക്രപ്റ്റ്. കൊള്ളാം, ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ അല്ലേ? ഇന്നലത്തെ എന്റെ പവർ കണ്ടപ്പോ നിനക്കും ബുദ്ധി വന്നെന്നാ തോന്നുന്നു കിക്കോ. ലംബോ മാസ്റ്റർ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലാണ്. വേഗം ചെല്ല്, ബാങ്കിൽ നിന്ന് ഞാൻ ചോദിച്ച കാശ് എടുത്തോണ്ട് പോര്. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കാം. ശരി, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ പോയി കാശ് എടുത്തോണ്ട് വരാം. സൺ സിറ്റി ബാങ്കിലെ മൊത്തം കാശും ഇതിനകത്തുണ്ട്. എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. മമ്മി, ഇപ്പൊ നീ ഇത് ഇവിടെ നിർത്തോണ്ട് സ്ഥലം കാലിയാക്കൂ. ഇവിടുന്ന് പോയിക്കോ. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈയും കാലും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും. ആദ്യം ഞാനതൊന്ന് കാണട്ടെ, അതിനകത്ത് എത്ര കാശുണ്ടെന്ന് നോക്കട്ടെ. ടോട്ടൽ അത് എത്രയുണ്ട്? അയ്യോ, അതൊക്കെ നീ തന്നെ തുറന്നു നോക്കി എണിക്കൂ. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈയും കാലും വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും, നോക്കിക്കോ. ലംബോ മാസ്റ്ററിന്റെ ആയുധമാണ് ഈ നീണ്ട കൈയും കാലും. അതിൽ നിന്ന് ആരും രക്ഷപ്പെടില്ല. നിന്റെ ഫ്രണ്ട്സിനെ നിനക്ക് വീണ്ടും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ക്രിസ്റ്റൽ ബോൾ വേഗം കൊണ്ടുപോയി ആ പാരറ്റിസിന്റെ മേലെ വെക്ക്. ശരി, ഞാൻ ഈ ക്രിസ്റ്റൽ ബോൾ ഓപ്പറേറ്റേഴ്സിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാം. നീ എന്റെ കൂട്ടുകാരെ വെറുതെ വിട്ടേക്ക്. ശരി, ഓക്കെ, വിട്ടേക്കാം. ഇന്നാ പിടിച്ചോ. അയ്യോ, എനിക്ക് എപ്പോഴും എയ്റോപ്ലെയിൻ ഓടിക്കാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ അല്ല ഞാൻ ആഗ്രഹിച്ചത്. നീ പറഞ്ഞതുപോലെ ഞാൻ അവരെ വിട്ടു. ഇനി നിനക്ക് പറ്റുമെങ്കിൽ അവരെ ചെന്ന് രക്ഷിക്കടാ. ലംബോ മാസ്റ്ററിന്റെ നീണ്ട കൈകളും കാലുകളും അത് വെച്ച് ഞാൻ എല്ലാം നശിപ്പിക്കും. സൂപ്പർ സ്പീഡോയെ ഉടനെ തന്നെ വിളിച്ചേക്കാം. വേഗം, അതിവേഗം. R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം ചെല്ല്. മേയറങ്കിളിനെയും ടെമ്പോ അണ്ണയും നമുക്ക് രക്ഷിച്ചേ പറ്റൂ. ഫോർമുല നമ്പർ 77. ഓക്കെ ബഡി കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 77. അയ്യോ അയ്യോ, കീക്കോ, ഇങ്ങനെ പോയാൽ നമ്മൾ ലംബോ മാസ്റ്റർ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങളൊന്നും ഇതുവരെ എന്റെ 150 കിലോ വെയിറ്റ് ഉള്ള കൈയിന്റെ പവറൊന്നും കണ്ടിട്ടില്ലെന്നാ. എന്റെ അറ്റാക്കിൽ നിന്നും നിനക്കൊന്നും ഒരിക്കലും രക്ഷപ്പെടാനാവില്ല.
കിക്കോ, നീ എന്റെ കളി കണ്ടുകൊണ്ടിരിക്ക. നിന്റെ കൂട്ടുകാരൻ സൂപ്പർ സ്പീഡയെ വെച്ചുകൊണ്ട് തന്നെ നിന്റെ കഥ അവസാനിപ്പിക്കും. നോക്കിക്കോ, ലംബു മാസ്റ്ററിന്റെ നീണ്ട കയ്യും കാലുകളും വെച്ച് കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കും ഞാൻ. സൂപ്പർ സ്പീഡോ, നമുക്ക് ആ ഹാലോജൻ ലൈറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓഫ് ചെയ്തേ പറ്റൂ. അത് ചെയ്യാൻ പറ്റില്ല കിക്കോ. അതിന്റെ അടുത്ത് ചെന്നാൽ നമ്മൾ കത്തിച്ചാമ്പലായി പോകും. അത് ഭയങ്കര സ്ട്രോങ് ആണ്. എന്ന് വെച്ചാൽ ഈ പ്രശ്നത്തിന് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഫോർമുല നമ്പർ 444 അപ്ലൈ ചെയ്യേ. കലക്കി കിക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 444. കിക്കോ, നീ ആ ക്രിസ്റ്റൽ ബോൾ നശിപ്പിച്ചു. പക്ഷെ എന്റെ ഈ സൂട്ട് ഇപ്പോഴും വളരെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ലംബു മാസ്റ്ററിന്റെ ഈ നീണ്ട കയ്യും കാലും വെച്ച് ഞാൻ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കും. നിന്റെ സൂട്ട് ഇപ്പൊ പഴയതുപോലെ പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആയിരുന്നു. അങ്ങോട്ട് നോക്ക്. സോറി. റോഡിൽ നിന്ന് ഒരുപാട് നേരം അഭ്യാസം കാണിച്ച നിനക്ക് വേറൊരു രീതിയിൽ പാഠം പഠിപ്പിച്ചു തരാം. എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്.